അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഇരിക്കാവും അല്ലേ. നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു, ഇന്നലായിരുന്നു പെരുന്നാൾ. അപ്പോൾ ഇന്നാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊരു ടൈം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ ദിവസം രാവിലെ തന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാബി ഇക്കാട് വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ബാബി എന്താ പത്തിരി ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ആ പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ബിരിയാണി പരിപാടിക്ക് ആദ്യം തന്നെ കടന്നിട്ടോ. ബിരിയാണിക്കുള്ള സബോളൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സബോളൊക്കെ വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിന് തന്നെ എല്ലാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം സബോളൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സബോളൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ചോന്നല്ലിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് തൂമിക്കാനാണ്. അപ്പോൾ ബാബി വന്നിട്ട് തന്നെയാണ് അത് തൂമിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാബി വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ബാബിയുടെ ബീഫ് കറി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു. ഞാൻ ഇൻഷാല്ലി റെസിപ്പിയൊക്കെ ഇടാം കേട്ടോ ഈ ബീഫ് കറിയുടെ. അപ്പോൾ അതാ ബാബി അത് തൂമിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാബി അപ്പോൾ വരുമ്പോൾ തന്നെ പത്തിരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സബോളൊക്കെ എരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ബാബി എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് ഞാൻ നേരെ തക്കാളിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. അങ്ങനെ തക്കാളി കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഉമ്മ ഇന്നലെ തന്നെ ഒക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാബി വന്നിട്ട് നേരെ ഞങ്ങൾ ബിരിയാണി പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹെൽപ്പറായിരുന്നു, ബാബിയായിരുന്നു എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മെയിൻ പരിപാടി നമ്മളെ അണ്ടിപ്പരിപ്പും ഇന്ന് വന്നാൽ അമ്പാക്കിയതാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ടിപ്പൊക്കെ എടുത്തെടുത്ത് അവളവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി സ്പെഷ്യൽ എന്താണ് നമ്മൾ ഉള്ളിയൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ ചിക്കൻ പൊരിക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. അതിൽ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ മസാല ഒക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിൻ്റെ ഒരു റെസിപ്പി ചെറുതായ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കുക. നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്തേനും നമ്മൾ ചോറ് വേവിക്കാനുള്ള വെള്ളം ജസ്റ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസം നമ്മളെ വീട്ടിൽ കിക്കയും ബാബിയൊക്കെ വരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ കൂടാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയാണ് പെരുന്നാളിന് ഉണ്ടാവാറ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. കുറേ പേരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതാ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നിങ്ങളൊക്കെ പെരുന്നാളിന് എവിടേക്കെങ്കിലുമൊക്കെ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു? നമ്മളെവിടേക്കും പോയിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നാളെ ഇൻഷാല്ലാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ സെറ്റായിട്ട് വഴറ്റാനായിട്ട് ഇട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് ബാബി ആ എണ്ണയിലുണ്ടായിരുന്നു കുറച്ചെണ്ണം മാറ്റി വെക്കും. എന്നിട്ട് അതിൽ തന്നെ സബോളൊക്കെ ഇട്ട് വഴറ്റാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടെ ഒന്നുകൂടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റാനിട്ടതിന് ശേഷം ഞങ്ങൾ എന്താക്കി നേരെ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയും നല്ല പാലും ബീഫ് കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് പണ്ട് മുതൽ എൻ്റെ വീട്ടിലാണെങ്കിലും പിന്നെ ഇവിടെ ആണെങ്കിലും ഒക്കെ എപ്പോഴും പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുക. അത് എന്താ പറയുക, പെരുന്നാളിൻ്റെ ദിവസം പത്തിരിയും ബീഫ് കറി ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു മൊത്തത്തിൽ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ. പിന്നെ ചില ആളുകളൊക്കെ വേറെ ഉണ്ടാക്കുന്നവരുണ്ടാവും. പിന്നെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ പത്തിരിയും ബീഫ് കറിയും പാലൊക്കെ കൂട്ടി കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും ഞാൻ പിന്നെ അടിച്ചൊരു തുറക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ബാബി മസാല ഒക്കെ ആക്കി തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ട ചിക്കൻ പൊരിച്ചൊക്കെ ഇരിക്കണുണ്ടില്ലേ. ചിക്കൻ പൊരിക്കണതിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് ടേസ്റ്റ് നോക്കൽ അത് ഇവിടെ പതിവാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റ് നോക്കുന്നവർ ആരൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല ഒക്കെ റെഡിയാക്കി അതിലേക്ക് ബാബി മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാല അതുപോലെ തന്നെ ഉപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളകും പൊടി ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത്ര ഐറ്റംസാണ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മല്ലിയിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് മസാല കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ചോറിൽ ബാബി ചോറിൻ്റെ ആ വെള്ളത്തിൽ ഈ കരയാമ്പൂ, പട്ട, അതുപോലെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ബിരിയാണി പിന്നെ നമ്മൾ ചോറ് ഊറ്റുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് വേവിന് തന്നെ എടുക്കുക. അതായത് ഒരു മുക്കാലിനേക്കാളും കുറച്ചും കൂടി വേവായിട്ട് എടുത്താൽ മതി. അപ്പോൾ പിന്നെ ദമ്മിൽ കിടന്നിട്ട് ബാക്കി കൂടി വേവുമ്പോൾ നല്ല
കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി നിൽക്കണം മാത്രം കേട്ടോ. നമ്മൾ അരിയുടെ വേവിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിന്ന് കറക്റ്റായിട്ട് തന്നെ ഊറ്റിയെടുത്താൽ പിന്നെ വേറെ ടെൻഷനൊന്നും വേണ്ട. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, 1-2 പ്രാവശ്യമൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും വല്ലാണ്ട് കാര്യമായിട്ടൊന്നും അറിയില്ല. എന്നാലും ഇപ്പോൾ ഇവരൊക്കെ കൂടെ നിന്നിട്ട് റെസിപ്പി എങ്ങനെയെന്നൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ സമയത്ത് കൊണ്ട് ഞാനിത് അടിച്ചൊരു തുറക്കലും ക്ലീനിങ്ങിൻ്റെ ഒക്കെ പരിപാടിക്ക് പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി വേഗം കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിയാമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. സമയത്ത് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ഇതാ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അടിച്ചു വരുമ്പോൾ ആ റൂമിൽ തന്നെ വന്നിരുന്ന് ബൈക്കുമ്പോൾ ഇരുന്നിട്ട് ബോട്ടിലൊക്കെ പിടിച്ചിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഐസ്ക്രീം വേണം, അക്കു എന്നാണ് കേട്ടോ പറയാം ഐസ്ക്രീമിന്. അപ്പോൾ അക്കു മതി, അക്കു വാങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്ത് ചോദിച്ചാലും മൂപ്പർക്ക് പറയാനുള്ളൊരു കാര്യമാണ് അക്കു വേണം എന്നുള്ള സാധനമാണ് കേട്ടോ പറയാറുള്ളത്. അങ്ങനെ അപ്പോൾ മൂപ്പര് വർത്താനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അവൾ പറയുന്നതൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വോയിസിനെ കട്ട് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ അതാ ഈ റൂമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നേരെ അവിടെയൊക്കെ അടിച്ചു വാരിയിട്ട് ഞാൻ പിന്നെ എൻ്റെ റൂമിൽ കണ്ടിട്ട് പോയത്. എൻ്റെ റൂമിലേക്ക് പോയപ്പോൾ പിന്നെ അവിടെ ഒരു മലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മോള്. അറിയാലോ അവളെ ബുക്കും അവളെ കളിക്കണ ഐറ്റംസൊക്കെ ആയിട്ട് അങ്ങനെ വലിച്ചിടും. ഇതെന്നെ പണി, അവൾ വലിച്ചിടും, ഞാൻ എടുത്തേക്കും, പിന്നെ വലിച്ചിടും, എടുത്തേക്കും. പിന്നെ കുട്ടികളാണല്ലോ. അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കഴിച്ചു വാരി ഒരു മൊത്തത്തിലൊക്കെ ഒന്ന് വേഗം എല്ലായിടത്തും തുടച്ചൊക്കെ എടുത്ത് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഭാബി അവിടെ ദമ്മിടാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ തുടക്കം കഴിച്ചിട്ട് ഞാൻ പിന്നെ ഭാബിയുടെ അടുത്തേക്ക് പോകാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഭാബി ദമ്മിടാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് എൻ്റെ മല്ലിച്ചപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണില്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് എങ്ങനെ ഇട്ടാലും ഒക്കെ ഒരുമിച്ച് തന്നെയാണല്ലോ വരുന്നത്. പക്ഷെ എന്നാലും ഭാവി പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഉള്ളിയാണല്ലോ ഇടുന്നിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തെറ്റിട്ട് വേജാറുകൊണ്ട്, കാരണം ബിരിയാണി വെക്കാണല്ലോ, പിന്നെ എന്താവും എന്നുള്ള ആ ഒരു ടെൻഷനും ഇതൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഭാവി പറയണത് ഞാൻ പെട്ടെന്ന് ഇതാണ് കേട്ടോ. ഞാൻ അതൊന്നും കുഴപ്പമില്ല ഭാവി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ ബിരിയാണി വെക്കലെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മളിവിടെ ഭാബി എന്ന് വെച്ചാൽ ദമ്മിടുന്ന സമയത്താണെന്ന് വെച്ചാൽ ലെയറായിട്ടാണ് ഫസ്റ്റ് റൈസ് ഇടും, പിന്നെ നമ്മൾ ഗ്രേവി ഇടും, പിന്നെ റൈസ് ഇടും, പിന്നെ ഗ്രേവി ഇടും, പിന്നെ റൈസ് ഇട്ട് ഗാർണിഷ് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഉരുളിയിൽ തന്നെയാണ് ഞങ്ങൾ ദമ്മിടുക, വീട്ടിൽ ദമ്മിടുക, അങ്ങനെയാണ് ഉരുളിയിൽ തന്നെ മസാല ഉണ്ടാക്കി അതിൽ തന്നെ ദമ്മിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പലരും പല രീതിക്കാണല്ലോ, പക്ഷെ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ജസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ അതാ ദമ്മിടുന്ന പരിപാടി ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അടിപൊളി വൈബ് തന്നെയാണ് അല്ലേ. ദമ്മിടുന്ന സമയത്തൊക്കെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ ഒക്കെ ഒരു രസങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ തന്നെ ഒരു ഇതാണ്. പിന്നെ ബിരിയാണി പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ബിരിയാണികളൊക്കെ ആയിരിക്കുമല്ലേ. പിന്നെ ചിലർക്ക് ഭയങ്കര ഇഷ്ടം മറ്റേ സാദാ ചോറ്, മോരുകറി, ഇഞ്ചിക്കറി, മീൻകറി, അങ്ങനത്തെ കോമ്പിനേഷൻ നല്ല രസമാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലെന്തായിരുന്നു പെരുന്നാളിൻ്റെ ദിവസം സ്പെഷ്യൽ എന്ന് പറയണം കേട്ടോ. നിങ്ങളുടെയൊക്കെ പെരുന്നാളിൻ്റെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. റംസാൻ നമ്മൾ മാസം, അതായത് നമ്മൾ റംസാൻ കഴിഞ്ഞ് പെരുന്നാളായെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും, അതുപോലെ സന്തോഷം ഉണ്ടാവുമല്ലോ. അതായത് റമദാൻ നമ്മളിന്ന് പിരിഞ്ഞ് പോവാണല്ലോ, ഇനി റമദാൻ നല്ലൊരു മാസം നമ്മളിന്ന് പോവാണല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് പെരുന്നാൾ എന്നുള്ള സന്തോഷം ഉണ്ടാവും അല്ലേ. പിന്നെ പെരുന്നാളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര വൈബായിരിക്കും. അതായത് നമ്മളെ മെഹന്തി ഇടൽ പരിപാടിയാണോ, അതുപോലെ ബീഫ് കറി ഉണ്ടാക്കൽ, നാളത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തേക്കൽ, അങ്ങനെയൊക്കെ ഒരു തിരക്കാവും അല്ലേ. അതുപോലെ നമ്മൾ സാധനങ്ങളും ഒക്കെ ഓൾറെഡി മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ തലേ ദിവസം തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെയാണ്, നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ നല്ല നല്ല ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് പറയട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിക്കുക 29-ാമത്തെ നോമ്പിനെ നമുക്കറിയില്ലല്ലോ നാളെയാണോ പെരുന്നാൾ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നോമ്പറന്ന പാടെ നോക്കിയിരിക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ നാളെയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒച്ചപ്പാടും ഓടിയുള്ള ഭയങ്കര ചാട്ടവും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഭയങ്കര ഒരു സന്തോഷമൊക്കെ നിറഞ്ഞ ദിവസമായിരിക്കും. പിന്നെ പുതിയ ഡ്രസ്സ് ഇടൽ, ആ ഒരു സന്തോഷം തന്നെയാണല്ലോ. പിന്നെ കുട്ടികൾക്കാണ് അധികം ഉണ്ടാവും, അവർ നമുക്കും ഉണ്ടാവും. പക്ഷെ ചെറുപ്പത്തിലാവുമ്പോൾ ഒന്നും കൂടെ ഒരു പ്രത്യേകതയാണല്ലേ. അങ്ങനെ പിന്നെന്താണ്, പിന്നെ പെരുന്നാളിന് നമ്മളെല്ലാവരും എവിടേക്കെങ്കിലുമൊക്കെ പോവും. ചെറുപ്പത്തിലാകുമ്പോൾ മാമാടിക്ക് പോവുക, ആ ഒരു ഇതായിരുന്നു, ഉമ്മയുടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു അന്നത്തെ സന്തോഷം എന്ന് പറയണത്.
പിന്നെ ഇപ്പോൾ പിന്നെ വലുതായ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകാമെന്നുള്ള സന്തോഷം അങ്ങനെയൊക്കെ. പിന്നെന്താണ് നിങ്ങളൊക്കെ വിശേഷം? അപ്പോൾ നമ്മളെ ദമ്മിടൽ പരിപാടിയുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേറെ ഇക്കൊക്കെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇക്കയും ബാബിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി അവരെ കൂടെ ഒക്കെ ഒന്ന് കളിയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി കുളിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയുള്ളൂ കേട്ടോ. അപ്പോൾ പരിപാടി ഇവിടെ ഏകദേശമൊക്കെ അവസാനിക്കാനായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ, ആ ഒരു റെഡ് കളറിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളതിന് തൊട്ടപ്പുറത്തിൻ്റെ ഒരു ബെല്ലൈക്കണും കാണും. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്നും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പം അത് മറക്കാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. നമ്മളെ മൂടിയൊക്കെ അടച്ചു, ഒരു ഭാരത്തിനൊരു ഐറ്റം കയറ്റി വെച്ചു. നമ്മൾ ലാസ്റ്റ് കനലൊക്കെ കോരിയിടാൻ കേട്ടോ. അതോടെ നമ്മൾ ദമ്മിടൽ പരിപാടി ഇവിടെ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അരി ഒരു 3/4 വേവിനാണ്, 3/4 കുറച്ചും കൂടി ഒന്ന് വേവുന്ന സമയത്ത് ഒത്തിരി വേവ് ബാക്കിയുണ്ടാവും. ആ ഒരു ഇതിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദമ്മിട്ട് കഴിയുമ്പോൾ തന്നെ ഈ അരിയൊക്കെ നല്ല രീതിക്ക് നല്ല പാകത്തിനുള്ള കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നത് കണ്ടത് നമ്മൾ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബാബി വരുമ്പോൾ ഒരിക്കലും ബാബി വന്നു വരില്ല. അപ്പോൾ ബാബി വരുമ്പോൾ ബാബി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വിടുന്നതാണ് കേട്ടോ. അച്ചപ്പം പിന്നെ കുഴിയപ്പം. പിന്നെ ഇന്നലെ ഉണ്ണി മൈലാഞ്ചിരാൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് കണ്ടത് ഞാനും മോളൊക്കെ കുളിക്കാൻ വേണ്ടി പോന്നു. ഉണ്ണിയുടെ ഒരു ഡ്രസ്സ് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അതപ്പോൾ നിങ്ങളെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു തോർത്തൊക്കെ കെട്ടി കൊടുത്തപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ ബാക്കിലേക്ക് ഇല വെട്ടാന്ന് വെച്ചിട്ട് പോയി നോക്കുമ്പോൾ ബാബി ഓൾറെഡി ഇലയൊക്കെ വെട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇക്കാണ് കേട്ടോ ദമ്മ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് നമുക്ക് അച്ചമ്പറും അച്ചാറൊക്കെ മേശം വേഗം സെറ്റാക്കി കൊടുന്ന് വെച്ചിട്ടോ. അപ്പോൾ ഒരു 12-1 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ദമ്മ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ഓരോ സൈഡിൽ നിന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഒരു ട്രിക്ക് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ കനലി കോരുന്നതുകൊണ്ട് തന്നെ ഈ ഉള്ളി കരിയാൻ ചാൻസ് ഉണ്ട് ഇത്ര. അപ്പോൾ നമ്മൾ മേലെ കുറച്ചുള്ളി കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടി ചോറിട്ടാൽ മതി ഇത്ര. അപ്പോൾ ഈ ഉള്ളി കരിയില്ല അത്ര. അപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു എന്ന് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. എന്നാലും എനിക്ക് കിട്ടിയ പുതിയൊരു അറിവാണല്ലോ. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് നമ്മളെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുമ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഹാളിൽ ഈ സമയത്ത് ഉണ്ണികൾക്കാണ് വെള്ളം ഒഴിച്ച് വെക്കണ പരിപാടി കൊടുത്ത്. അവർ നിന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വാഴയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്, ഒരുമിച്ച് ഒരിലയിൽ പായൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ പെരുന്നാളിന്. അപ്പോൾ അതങ്ങനെ എല്ലാം ഇട്ട് ഫുഡൊക്കെ ഇവിടെ വിളമ്പിണ്ട് കേട്ടോ. ഒരു ബേബി ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബിരിയാണിയും പിന്നെ കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബേബിയുടെ വീഡിയോസൊക്കെ എടുക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു പെരുന്നാൾ ദിവസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.